സർ നമസ്കാരം. നമസ്കാരം. ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായി ശബരിമല എല്ലാ മേഖലകളിലും എല്ലാ മാധ്യമങ്ങളിലും വിവാദ വിഷയമായി തന്നെ നിലനിൽക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അടക്കമുള്ള വിഷയങ്ങൾ ഇപ്പോഴും കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്നു. അക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സർക്കാരും വെട്ടിലായി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ പുതിയൊരു വിവാദം വന്നിരിക്കുന്നു. ശബരിമലയ്ക്ക് മുകളിലൂടെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ പറന്ന ഒരു സംഭവമാണ്. സ്വാഭാവികമായും അങ്ങനെ ഹെലികോപ്റ്റർ പറന്നതിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കേണ്ടതയോ വിവാദം ഉണ്ടാക്കേണ്ടതയോ കാര്യമൊന്നുമില്ല. പക്ഷെ ഇവിടെ പറയുന്നത് ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിന്റെ കൊടിമരത്തിന്റെ 5 അടി മുകളിൽ വരെ ഈ ഹെലികോപ്റ്റർ അവിടെ നിശ്ചലമായി നിൽക്കുകയും ക്ഷേത്രത്തിന്റെയും അതുപോലുള്ള പരിസര പ്രദേശങ്ങളിലേക്ക് വീഡിയോ ദൃശ്യങ്ങൾ അടക്കം പകർത്തിയെടുത്തു എന്നുള്ള ആരോപണമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇതിനെതിരെ ADGP S. ശ്രീജിത്ത് തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് അനധികൃതമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൃത്യമായി തന്നെ ഇതേക്കുറിച്ച് അന്വേഷണം നടത്തണം, കൃത്യമായ വിവരം കിട്ടണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിന് കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തു നിന്നും ഒരു അറിയിപ്പ് വന്നത് കാലാവസ്ഥ വ്യതിയാനത്തിലുണ്ടായ ഒരു പ്രശ്നം കാരണം താഴ്ന്നു പറക്കേണ്ടതായി വന്നതാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ കാലാവസ്ഥ അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നെങ്കിൽ അത് അന്നത്തെ ദിവസത്തെ കാലാവസ്ഥ റിപ്പോർട്ട് കൂടി പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചിന് മുമ്പാകെ ഹൈക്കോടതിയിൽ ഇത് പരാതി പോയിരിക്കുകയാണ്. അടിക്കടി ബഹുമാനനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ശബരിമല ഇങ്ങനെ വിവാദ വിഷയങ്ങളിൽ വന്നുപെടുന്നതിന്റെ ഒരു പൊരുൾ എന്താണെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. എന്താണ് സാറിന്റെ അഭിപ്രായം? അതായത് കോസ്റ്റ് ഗാർഡ് ആ ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിന്റെ മുകളിൽ വന്ന് അവിടെ തന്നെ സ്റ്റാൻഡ് ചെയ്തിട്ട് അവിടെയുള്ള വീഡിയോകൾ എടുത്തു എന്ന് പറയുമ്പോൾ അതും കാലാവസ്ഥയുമായിട്ട് എന്താണ് ബന്ധം? കാലാവസ്ഥ വ്യതിയാനം ഇല്ല എന്നൊന്നും പറയുന്നില്ല. കാലാവസ്ഥ വ്യതിയാനം ഉണ്ടായിരിക്കുക. അതിന് ശബരിമലയുടെ അത് കൂടെ ഹെലികോപ്റ്റർ പറക്കേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ. അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിനല്ലല്ലോ അവര് ഇങ്ങനെ ഹെലികോപ്റ്റർ യാത്ര ചെയ്തത്. അപ്പം കോസ്റ്റ് ഗാർഡുമായി ബന്ധപ്പെട്ട മറ്റു നിരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് കോസ്റ്റ് ഗാർഡിന്റെ ജോലി ഇവിടെയുള്ള അമ്പലങ്ങളല്ല. അതേസമയത്ത് കടലുമായി ബന്ധപ്പെട്ട തീരങ്ങളാണ് അവരുടെ പ്രധാനപ്പെട്ട നിരീക്ഷണ കേന്ദ്രം. അങ്ങനെയുള്ള സ്ഥലത്ത് പറക്കേണ്ടതിന് പകരം ഇവിടെ ശബരിമലയിലേക്ക് എന്തിനു പറന്നു എന്നുള്ളത് ദുരൂഹമായ ഒരു കാര്യമാണ്. അതീവ സുരക്ഷാ മേഖല കൂടിയാണ് ശബരിമല. ടൈഗർ റിസർവ് ഫോറസ്റ്റും ഈ ശബരിമല ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അങ്ങനെയെങ്കിൽ ഇത് കോസ്റ്റ് ഗാർഡിന് അറിയാൻ വയ്യാത്തത് കൊണ്ടായിരിക്കില്ല. ആരൊക്കെയാണ് ഈ ഹെലികോപ്റ്ററിലപ്പോൾ സഞ്ചരിച്ചിരുന്നത് എന്നുള്ളത് കൂടി പരിശോധിക്കപ്പെടണം എന്ന് പറയുമ്പോൾ എന്തായിരുന്നു യഥാർത്ഥത്തിൽ ഉദ്ദേശം എന്നുള്ളത് ചോദ്യം തന്നെയല്ലേ? അതായത് ഇവിടെ ആ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ ശബരിമലയ്ക്ക് മുകളിൽ വന്ന് ക്ഷേത്രത്തിന്റെ മുകളിൽ വന്ന് കുറെ നേരം സ്റ്റാൻഡ് ചെയ്ത് അവിടെയുള്ള വിഷ്വലൊക്കെ എടുത്തു എന്ന് പറയുന്ന ഒരു സംഭവം അതീവ ഗൗരവമായി തന്നെ കാണേണ്ട കാര്യമാണ്. കാരണം കോസ്റ്റ് ഗാർഡിന് എന്താണ് ശബരിമലയായിട്ട് എന്ത് ബന്ധം? ശബരിമലയുടെ യാതൊരു ബന്ധവും കോസ്റ്റ് ഗാർഡിനില്ല. കോസ്റ്റ് ഗാർഡിന്റെ ജോലി എന്ന് പറയുന്നത് തന്നെ തീരദേശങ്ങളുമായി ബന്ധപ്പെട്ട സുരക്ഷാ സന്നാഹമാണ്. ആ ഏരിയയിലാണ് അവർ യാത്ര ചെയ്യേണ്ടതും. അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തില് വിധ്വംസ പ്രവർത്തനങ്ങളുണ്ടോ അല്ലെങ്കിൽ അറിയാത്ത കപ്പലോ ബോട്ടോ പ്രവർത്തിക്കുന്നതോ അതൊക്കെയാണ് അവിടെ നിരീക്ഷണത്തിന് വേണ്ടി നോക്കേണ്ട കാര്യങ്ങൾ. പകരം ശബരിമലയിന് മുകളിലേക്ക് വരേണ്ട കാര്യം എന്താ? അപ്പൊ ഇവിടെ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട്, എന്തോ ദുരൂഹമായ കാര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആ ഹെലികോപ്റ്ററിൽ ആരൊക്കെ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് പഠിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ശബരിമല അല്ലാത്തതിൽ തന്നെ വിവാദമായി നിൽക്കുന്ന സ്ഥലമാണ്. ലോകം മുഴുവൻ എല്ലാ ഭാഗത്തു നിന്നും ജനങ്ങൾ ഇവിടെ എത്തുന്നുണ്ട്, സ്വാമിമാർ ഇവിടെ എത്തുന്നുണ്ട്. വലിയ ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് ശബരിമല. ആ ശബരിമലയ്ക്ക് അതിന്റെ പ്രാധാന്യം നമ്മളെല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇന്ത്യ മുഴുവൻ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ക്ഷേത്രം, ലോകത്ത് നിന്നും ധാരാളം ഭക്തർ വരുന്ന സ്ഥലം. അതിലുപരി അവിടെ വരുന്ന വരുമാനങ്ങൾ നമുക്കറിയാം. മാത്രമല്ല അവിടെയുള്ള താഴീക്കുടങ്ങളിൽ പലപ്പോഴും ഇറിഡിയം പവർ ഉണ്ടെന്ന് പറയുന്ന നിരീക്ഷണങ്ങളുമുണ്ട്. ഇപ്പൊ മെറിഡിയൻ പവർ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയുന്ന കാര്യത്തിന് നിരീക്ഷണം നടത്തിയതാണോ അല്ലെങ്കിൽ ശാസ്ത്രീയമായുള്ള പരീക്ഷണം നടത്തിയതാണോ ഈ ഹെലികോപ്റ്റർ അവിടെ വന്നിട്ടുള്ള ചെയ്തത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഇറിഡിയം പവർ അടങ്ങിയ താഴീക്കുടങ്ങൾക്ക് 10,000 കണക്കിന് കോടി രൂപയുടെ വാല്യൂ ഉള്ളതാണ്.
അങ്ങനെയുള്ള 9 താഴിക്കുടങ്ങളാണ് മുമ്പ് ഇതേപോലെ ഹെലികോപ്റ്റർ സഞ്ചരിച്ച് അരി എറിഞ്ഞ് അത് അത്തരം കാര്യങ്ങൾ അതിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് മനസ്സിലാക്കി അവിടെ ആ 9 താഴിക്കുടങ്ങൾ വിജയ് മല്യ തട്ടിക്കൊണ്ടുപോയത്. സ്വർണം പൂശുക എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞിട്ടാണ് അദ്ദേഹം 30 കോടിയോളം ചെലവാക്കി 30 ലക്ഷം കോടി രൂപയുടെ ഈ താഴിക്കുടങ്ങൾ കടത്തിക്കൊണ്ടുപോയത്. അത് ചെറിയൊരു കാര്യമല്ല. ഇതുവരെ അതിനെപ്പറ്റി ആർക്കും ഒന്നും അറിയാത്ത മാതിരിയാണ് നിൽക്കുന്നത്. എന്നാൽ കൃത്യമായി തെളിവുണ്ട്. 9 താഴിക്കുടങ്ങൾ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയിട്ടുണ്ടെന്ന് കൃത്യമായി അന്നത്തെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ കൃത്യമായി ക്രൈമിന് മൊഴി നൽകിയിട്ടുണ്ട്. അദ്ദേഹം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് 9 താഴിക്കുടങ്ങൾ പോയിട്ടുണ്ടെന്ന്. ഈ 30 ലക്ഷം കോടി രൂപ ചെലവഴിച്ച് സ്വർണം പൂശുമ്പോൾ 30 ലക്ഷം കോടിയാണ് വിജയ് മല്യ കടത്തിക്കൊണ്ടുപോയത്. അതേപോലെ ഇപ്പോഴും ശബരിമലയുമായി ബന്ധപ്പെട്ട് അത്തരം വിലപിടിപ്പുള്ള മെറ്റീരിയൽ അവിടെ ഉണ്ടെന്നുള്ള വിവരണമാണ് പുറത്തു വരുന്നത്. അത് പരിശോധിക്കാൻ ആണോ അല്ലയോ, വേറെ എന്താണ് അവിടെ ശബരിമലയിൽ അവർക്ക് കാര്യം എന്ന് അവർ വ്യക്തമാക്കിയിട്ടില്ല. സാർ ഇപ്പൊ ഇത് പറയണത് ഇപ്പൊ കാലാവസ്ഥ മാറ്റം കൊണ്ടാണ് അങ്ങനെ താഴ്ന്നു പറക്കേണ്ടി വന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം അവർ എയർ ട്രാഫിക് കൺട്രോൾ ബോർഡിന്റെ ചുമലിലിടാണ്. കാരണം എയർ ട്രാഫിക് കൺട്രോൾ ബോർഡാണ് ഇവർക്ക് നിർദ്ദേശം കൊടുക്കുന്നത്. അപ്പോൾ അവരാണ് എയർ റൂട്ട് നിശ്ചയിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് തങ്ങൾ താഴ്ന്നു പറന്നതെന്ന് പറയുമ്പോൾ ഇപ്പൊ സാറ് പറയുന്ന ഒരു കാര്യം അത് കണക്കിലെടുക്കുകയാണെങ്കിൽ അതീവ ഗൗരവതരമായ ഒരു വിഷയം തന്നെയാണ്. കാരണം ആരൊക്കെയാണ് ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നത്? അങ്ങനെയെങ്കിൽ ഇപ്പൊ താഴ്ന്നു പറക്കുന്ന ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് ശബരിമലയുടെ സ്വർണ്ണക്കൊടിമരത്തിന് തൊട്ടു മുകളിൽ വന്നു നിന്നുകൊണ്ട് 5 അടി മുകളിലെന്നാണ് ഇപ്പോൾ അവര് ദേവസ്വം ജീവനക്കാര് പറഞ്ഞിരിക്കുന്നത്. SP ശ്രീജിത്ത് ADGP ശ്രീജിത്ത് ഒക്കെ പറയുമ്പോൾ അത് ഏതെങ്കിലും കാരണവശാല് മറ്റേതെങ്കിലും താല്പര്യം കൊണ്ടാണോ പറയണത് എന്നുള്ളത് നമുക്കറിയില്ല. എങ്കിലും ദേവസ്വം ജീവനക്കാര് ഈ ശബരിമല ശ്രീകോവിലിന്റെയും സ്വർണ്ണ താഴികുടത്തിന്റെയും 5 അടി മുകളിൽ ഹെലികോപ്റ്റർ നിൽക്കുന്ന ദൃശ്യങ്ങൾ അവരും പകർത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഹെലികോപ്റ്ററിന്റെ ഉള്ളിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? സാറ് പറയുന്നത് പോലെ ഈ താഴികക്കുടത്തിലും അല്ലെങ്കിൽ കൊടിമരത്തിന് മുകളിലൊക്കെ ഒരുപക്ഷെ ഫോം ചെയ്യാൻ സാധ്യതയുള്ള ഇറിഡിയം എന്ന ആ ഒരു വില പിടിച്ച ആ മൂലകം അത് കരസ്ഥമാക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെയുള്ള ഒരു പരീക്ഷണ പറക്കൽ നടത്തിയത്? അല്ലെങ്കിൽ ഇതിന് ഏതെങ്കിലും തരത്തിൽ ദുരൂഹതകളുണ്ടോ? അതോ ഈ എയർക്രാഫ്റ്റ് കൺട്രോൾ ബോർഡിന്റെ നിർദ്ദേശം അനുസരിച്ച് ഇവർ പറഞ്ഞതാണെന്നെല്ലാം വ്യക്തമായ അന്വേഷണത്തിലൂടെ മാത്രമേ അറിയാൻ സാധിക്കൂ. ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് K ജയകുമാർ ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് കാലാവസ്ഥാ നിരീക്ഷണ ബോർഡിന്റെ ഒരു നിർദ്ദേശമനുസരിച്ചിട്ടാണ് അവർ താഴ്ന്നു പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ എയർക്രാഫ്റ്റ് കൺട്രോൾ ബോർഡ് കൊടുത്ത നിർദ്ദേശം കൊണ്ട് അവർ അങ്ങനെ കാലാവസ്ഥ വ്യതിയാനത്തിലുണ്ടായ മാറ്റം കൊണ്ട് പറഞ്ഞതാണെന്ന് പറയുന്നത് അതിൽ വേറെ സംശയിത്തക്ക ഒരു കാര്യങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഈ ADGP ശ്രീജിത്ത് അങ്ങനെയല്ല എന്ന തരത്തിൽ തന്നെയാണ് അതിന്റെ വിശദീകരണം കൃത്യമായിട്ട് വരണം എന്ന് പറയുമ്പോൾ സാറ് പറഞ്ഞ കാര്യങ്ങളുമായി കൂട്ടി വായിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ദുരൂഹതകൾ അതിന്റെ പിന്നിലുണ്ടാകാം. അത് കൃത്യമായിട്ട് തെളിയിക്കേണ്ടത് തന്നെയാണ്. മാത്രമല്ല ഈ മുഖ്യമന്ത്രി ബഹുമാന്യനായ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പൊ 10 വർഷം പിന്നിടുന്നു, തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഈ 2018-19 കാലഘട്ടത്തിലാണ് ശബരിമലയെ നടുക്കുന്ന തരത്തിലുള്ള ശബരിമല ഭക്തന്മാരെ, ആഗോള വ്യാപകമായ അയ്യപ്പ ഭക്തന്മാരെ നടുക്കുന്ന തരത്തിലുള്ള സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നത്. അതിൽ പിടിക്കപ്പെട്ടിട്ടുള്ള, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസുകാർ രൂപീകരിച്ച SIT അറസ്റ്റ് ചെയ്തവരെല്ലാവരും തന്നെ CPM-ന്റെ സമുന്നതരായ നേതാക്കളും CPM-ന്റെ MLA-മാര്, അതുപോലെ ദേവസ്വം കമ്മീഷണർ മുതലായിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ്. മറ്റൊരു പാർട്ടിക്കാരും ജയിലിൽ കിടക്കേണ്ടതായി ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും CPM അവർ തള്ളി പറഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇത് ഏതെങ്കിലും തരത്തിലുള്ള ആസൂത്രിതമായ മറ്റൊരു കൊള്ളയുടെ ഭാഗമാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിന് തെറ്റു പറയാൻ പറ്റില്ല. അല്ല, അങ്ങനെയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ നടന്ന ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നമ്മളൊക്കെ ചിന്തിച്ചതാണോ? നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും കരുതാത്ത കാര്യങ്ങളിൽ ശബരിമലയിൽ നടന്ന അവിടുത്തെ വിഗ്രഹങ്ങൾ അടക്കം അടിച്ചുകൊണ്ട് പോകണു, സ്വർണം കൊണ്ടുവന്ന് കടത്തിക്കൊണ്ടുപോകണു എന്നൊക്കെ പറയുന്നത് നമുക്ക് സ്വപ്നത്തിൽ മാത്രം ചിന്തിക്കാവുന്ന കാര്യമാണ്. പക്ഷെ അത് യാഥാർത്ഥ്യമാണ്. അവിടെ മാത്രമല്ല അവിടെ താഴെക്കുടങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ പറയുന്നത് 100% സത്യസന്ധമായ കാര്യമാണ്. അതിന് തെളിവെടുക്കാൻ തയ്യാറാണെന്ന് ഞാൻ അറിയിച്ചിട്ടുണ്ട് ഈ SIT ടീമിനെ. അവർ ഇതുവരെ എന്നെ വിളിച്ചു ചോദിച്ചിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല. അതിനർത്ഥം എന്താണ്? അവർക്ക് ഇതിലൊന്നും താല്പര്യമില്ല. ഹൈക്കോടതി കൊടുത്ത ഉത്തരവ് പ്രകാരമുള്ള ഒരു അന്വേഷണം നടത്തുന്നു, പിന്നെ പ്രതികളായ ആളുകളെ രക്ഷിക്കുന്നു, അത് തൊണ്ടി മുതൽ പിടിച്ചെടുക്കുന്നില്ല. അങ്ങനെ എല്ലാം കൊണ്ട് വിവാദമായ ഈ ശബരിമലയിൽ ഇപ്പോൾ ഹെലികോപ്റ്റർ വന്നു എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു കാര്യമായിട്ട് തന്നെ
നമ്മൾ കാണേണ്ടതുണ്ട്. അതിന് പിന്നിൽ എന്തോ ഒന്ന് ചീഞ്ഞു നാറുന്നുണ്ട്, എന്തോ ഒരു ലക്ഷ്യമുണ്ട് എന്തായാലും അവർക്ക്. അല്ല വെറുതെ വന്നിട്ട് ശബരിമലയുടെ മുകളിൽ വന്നിട്ട് ആ റൂട്ടിലൂടെ വരേണ്ട ആവശ്യം എന്താ? അല്ലാത്ത എത്ര മാത്രം റൂട്ടുകൾ വരെയുണ്ട്. ശബരിമലേന്റെ അമ്പലത്തിന് മുകളിൽ വന്ന് നിൽക്കേണ്ട ആവശ്യം എന്താ? അവിടെ വന്ന് വീഡിയോ എടുക്കേണ്ട ആവശ്യം എന്താ? സാറിപ്പോ ശബരിമല സ്വർണ്ണക്കൊള്ളയേക്കാൾ ഗൗരവതരമായ മറ്റൊരു വിഷയം ശബരിമലയായിട്ട് പതിഞ്ഞിരിക്കുന്നു എന്ന് വേണോ ഇതിന്ന് മനസ്സിലാക്കാൻ? നമ്മളറിയാത്ത ഇതല്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കാം. അത് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അത് ഓപ്പറേഷൻ നടത്തുന്നതിന് മുമ്പ് കൃത്യമായി അവിടെയുള്ള ചിത്രങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ നടത്താനോ ഒക്കെ ആയിരിക്കാം അവർ വന്നിട്ടുണ്ടാവുക. അപ്പൊ എന്തായാലും ഈ കാര്യത്തിൽ വളരെ വിശദമായ ഒരു അന്വേഷണം ആവശ്യമാണ്. സ്വർണ്ണക്കൊള്ളയേക്കാൾ ഭീകരമായ ഒരു സംഭവമായിട്ട് തന്നെ നമുക്കിതിനെ കാണാം. പിണറായി വിജയന്റെ ഭരണകാലത്ത് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമാണ് കൊള്ള നടന്നിട്ടുള്ളത്. നമ്മൾ ശബരിമലയിൽ കേട്ടിട്ടുള്ളതിനേക്കാൾ 10,000 ഇരട്ടി കൊള്ളയാണ് ശരിക്കും ശബരിമലയിൽ പലതരത്തിൽ നടത്തിയിട്ടുള്ളത്. അതിന്റെ ഒരു അംശം മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. വലിയ മഞ്ഞുമലയുടെ ഒരു അംശം, ഒരു അറ്റം മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിലപ്പുറത്തേക്കുള്ള ഭീകരമായ സത്യങ്ങളുണ്ട്. അതൊന്നും എപ്പോഴെങ്കിലും സത്യമായി വരാൻ സാധ്യത കുറവാണ്. കാരണം ഇപ്പോഴേ തന്നെ അന്വേഷണം അട്ടിമറിക്കപ്പെട്ട് കഴിഞ്ഞു. ഇതിനിടയിലാണ് ഈ ഹെലികോപ്റ്റർ വിവാദം വന്നിരിക്കുന്നത്. ADGP ശ്രീജിത്ത് അങ്ങനെ ഒരു നിസ്സാരക്കാരനല്ല. അദ്ദേഹം അങ്ങനെ അദ്ദേഹം ഒരു ഭക്തനും കൂടിയാണ്. മുമ്പ് അദ്ദേഹത്തിന് അവിടെ സ്ത്രീകളെ കയറ്റിയ നിർണായക പങ്കുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ക്ഷമ പറയുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. സർക്കാരിന്റെ ജോലിക്കാരൻ എന്നുള്ള രൂപത്തിൽ അദ്ദേഹം ചെയ്തതാണ്, അല്ലാതെ സ്വന്തമായി ചെയ്തതല്ല. പകരം അദ്ദേഹം ക്ഷമ പറഞ്ഞ അയ്യപ്പനോട് ക്ഷമ പറഞ്ഞിട്ടുള്ള ഒരാളാണ്, മാപ്പ് ഇരുന്നിട്ടുള്ള ആളാണ്. ഇക്കുറിയും ശബരിമല അദ്ദേഹം ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ശബരിമല ഒരു വളരെ ദൈവികമായി കാണുന്ന ഒരാളെന്ന രൂപത്തിൽ അദ്ദേഹം കൊടുത്ത റിപ്പോർട്ട് വളരെ ഗൗരവമായി തന്നെ കാണേണ്ടതുണ്ട്. അദ്ദേഹം വെറുതെ അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കുന്ന ആളല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കോടാനുകോടി, അതായത് സഹസ്രകോടിയുടെ, ശതകോടിയുടെ, അല്ലെങ്കിൽ എന്താണ് ലക്ഷക്കണക്കിന് കോടിയുടെ ഒളിഞ്ഞിരിക്കുന്ന മറ്റേതെങ്കിലും തരത്തിലുള്ള കൊള്ള ഈ ഹെലികോപ്റ്ററിന്റെ പറക്കലുമായി ബന്ധപ്പെട്ട് ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളതെല്ലാം അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടത് തന്നെയാണ്. എന്തായാലും ഇത് ദുരൂഹമുണ്ട് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ഇനി അന്വേഷണത്തിലൂടെ ഇതെല്ലാം വെളിവാകട്ടെ. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഒരു മാധ്യമം എന്ന രീതിയിൽ നമ്മളും ഇതിൽ വളരെ ജാഗരൂകരായി കാത്തിരിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. ഓക്കെ, നമസ്കാരം.